എല്ലാവർക്കും രവിദിന്റെ 5ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ പ്രോപ്പർട്ടീസ് പാനലിനെ പറ്റിയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പ്രൊജക്ട് ബ്രൗസറിനെ പറ്റിയിട്ടാണ്. അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാര് പ്രോപ്പർട്ടീസ് പാനൽ ജസ്റ്റ് സ്റ്റേ ചെയ്യുക. അല്ലാത്തവര് നിങ്ങൾ എന്ത് ചെയ്യുക, മോഡൽസിൽ ഈ ഒരു ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബ്രൗസിൽ വരിക. അതിനുശേഷം സിസ്റ്റം ഡിഫോൾട്ട് മെട്രിക്, നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പീരിയലിലാണെങ്കിൽ ഉള്ളതെങ്കിൽ ഈ ഒരു അപ്പ് 1 ലെവൽ എന്നുള്ള അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഇംഗ്ലീഷ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് സിസ്റ്റം ഡിഫോൾട്ട് മെട്രിക് എന്ന് പറയുന്ന ഈ ഒരു ടെംപ്ലേറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ക്രിയേറ്റ് ന്യൂ, അതിൽ പ്രൊജക്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ക്യാൻവാസ്, ഡ്രോയിങ് സ്പേസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ബ്ലാങ്ക് സ്ക്രീൻ ആണെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് പാനൽ നിങ്ങൾ എനേബിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊജക്ട് ബ്രൗസർ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ അതിനെ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഒരു ഡ്രോയിങ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ കാണുന്ന ഈ ഒരു വിൻഡോയിനെയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് പാലറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് പാനൽ എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു പ്രൊജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസ് പാലറ്റിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിങ്ക്സിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ ഫാമിലീസിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫാമിലീസിന്റെ കാര്യങ്ങൾ, നമ്മളൊരു ഫാമിലിനെ ഇപ്പൊ ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫാമിലിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടീസ് പാനലിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് ഞാൻ കീബോർഡിൽ 80 എന്ന് ടൈപ്പ് ചെയ്തു, അതായത് എയർ ടെർമിനലിന്റെ ഷോർട്ട് ഫോം ആണ് 80 എന്ന് വിളിക്കുന്നത്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പിയർ ചെയ്യുന്ന ഒരു ഡിഫ്യൂസർ ആണിത്, സപ്ലൈയർ ഡിഫ്യൂസർ എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർട്ടീസ് പാനലിൽ നിങ്ങൾക്ക് ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഫാമിലീസുകൾ, അതായത് റിട്ടേൺ എയർ ഡിഫ്യൂസർ, എക്സോസ്റ്റ് എയർ ഡിഫ്യൂസർ, സോ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഫാമിലീസ് നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് പാനലിൽ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടീസ് പാനലിൽ ലോഡ് ചെയ്തിട്ടുള്ള ഫാമിലീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രൊജക്ട് ബ്രൗസറിൽ അവൈലബിൾ ആയിട്ടുള്ള ഫാമിലീസുകൾ മാത്രമായിരിക്കും. നിങ്ങൾക്ക് അഡീഷണൽ ഫാമിലീസ് വേണമെങ്കിൽ ഇവിടെ ലോഡ് ഫാമിലിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെയാണോ നിങ്ങളുടെ ഫാമിലി അത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ലോഡ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിലോട്ട് ആ ഫാമിലീസ് ലോഡ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് പാനലിൽ അത് അവൈലബിൾ ആവുകയും ചെയ്യുകയുള്ളൂ. അപ്പൊ പ്രോപ്പർട്ടീസ് പാനലിൽ ജസ്റ്റ് നമ്മൾ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡിഫ്യൂസർ നമുക്ക് ഏത് ലെവലിലാണ് കിടക്കുന്നതെന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ലെവൽ മാറ്റണമെങ്കിൽ ലെവൽ മാറ്റി നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം അതിനനുസരിച്ച് അതിന്റെ വ്യൂ റേഞ്ച് മാറും. സോ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഡിഫ്യൂസർ വിസിബിൾ ആയി വരാത്തത്. അപ്പം അതിന്റെ വ്യൂ റേഞ്ച് മാറി. അപ്പൊ നമ്മളത് ലെവൽ 2 പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ലെവൽ 2 ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം 80 കൊടുക്കുക. അപ്പം നമുക്ക് ലെവൽ 2 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെവൽ 2 ആ ഒരു ഡിഫ്യൂസർ വിസിബിൾ ആവുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഡിഫ്യൂസർ നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇൻസൈഡ് ആരോസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സപ്ലയർ ഡിഫ്യൂസറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഔട്ട്സൈഡ് ആരോസ് കാണാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം ആരോസുകൾ പ്രൊജക്റ്റിൽ കൊടുക്കാറില്ല. കാരണം സ്പേസ് കൺസ്ട്രെയിൻസ് കാരണം നമുക്ക് അനോട്ടേഷനും കാര്യങ്ങളും ആർക്കിടെക്ചർ കാര്യങ്ങൾ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് വിസിബിൾ ആക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഈ ഒരു ആരോ നമ്മൾ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുകയില്ല. അപ്പൊ നമുക്ക് ഈ ആരോ ടേൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന മെക്കാനിക്കലിന്റെ അണ്ടറിൽ വരുന്ന അപ്പ് ആരോ, റൈറ്റ് ആരോ, ലെഫ്റ്റ് ആരോ, ഡൗൺ ആരോ എന്ന് പറയുന്ന ഈ ചെക്ക് ബോക്സുകൾ ജസ്റ്റ് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആരോ അവിടുന്ന് ഡിസപ്പിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാനിതിന്റെ കുറച്ച് കോപ്പികൾ ക്രിയേറ്റ് ചെയ്തു. ഒരു 2 അഡീഷണൽ കോപ്പീസ് ഞാൻ ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇൻ കേസ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോപ്പീനെ നിങ്ങൾക്ക് അതിന്റെ ഫാമിലിയൊക്കെ ജസ്റ്റ് മാറ്റണമെങ്കിൽ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇത് ഏത് ഫാമിലിയാണോ റിട്ടേൺ എയർ ഡിഫ്യൂസർ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ റിട്ടേൺ എയർ ഡിഫ്യൂസർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ആരോസ് ടേൺ ഓഫ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇതിനെ ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ വീണ്ടും ഇതിനെ നമുക്ക് എക്സോസ്റ്റ് എയർ ഡിഫ്യൂസർ ആയിട്ട് അല്ലെങ്കിൽ ഗ്രില്ലായിട്ട് ഇതിനെ സെറ്റ് ചെയ്യാം. ആരോ നമുക്ക് വീണ്ടും ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് ടേൺ ഓഫ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം ഇത് 3 ഡിഫ്യൂസറുകളാണ്. ഇത് സപ്ലയർ ഡിഫ്യൂസർ, ഇത് റിട്ടേൺ എയർ ഡിഫ്യൂസർ,
ഇത് എക്സോസ്റ്റ് എയർ ഡിഫ്യൂസർ എന്നിങ്ങനെ 3 ഡിഫ്യൂസറുകളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അപ്പം ഇത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് സപ്ലൈ എയർ ഡിഫ്യൂസർ ആണെങ്കിൽ നമുക്ക് 2 ക്രോസ് ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക. റിട്ടേൺ എയർ ഡിഫ്യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ഒറ്റ ക്രോസ് ലൈൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എക്സോസ്റ്റ് എയർ ഡിഫ്യൂസർ ആണെങ്കിൽ ഒരു ഫുൾ ലൈനും അതിന്റെ ഒരെണ്ണത്തിന്റെ ഹാഫ് ലൈൻസും ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനത്തെ സിമ്പിൾ നിങ്ങൾ ഡക്റ്റിൽ കണ്ടാലോ ഡിഫ്യൂസറിൽ കണ്ടാലോ സപ്ലൈ എയർ ഡിഫ്യൂസർ ആണെന്ന് വേണം അനുമാനിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സിംഗിൾ ലൈൻ ഡക്റ്റിലോ ഡിഫ്യൂസറിലോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇത് റിട്ടേൺ എയർ ഡക്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ എയർ ഡിഫ്യൂസർ ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ എക്സോസ്റ്റ് എയർ ഡിഫ്യൂസർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പം ഇതിന്റെ ഓറിയന്റേഷൻ എങ്ങനെ വേണമെങ്കിലും വരാം. ഇത് ഈ ഒരു ഡയറക്ഷനിൽ വരാം, ഈ ഒരു ഡയറക്ഷനിൽ വരാം, അതുപോലെ തന്നെ ഇനിയും ഡയറക്ഷൻസ് വരാം. അപ്പം ഏത് ഡയറക്ഷനിൽ വന്നാലും ഏത് ഓറിയന്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ലൈന് സിംഗിൾ ലൈൻ മാത്രമേ ഡിഫ്യൂസറിൽ അല്ലെങ്കിൽ ഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡക്ട് സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കുക. ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യമേ ഡിഫ്യൂസറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾ ഈ ഒരു ഡിഫ്യൂസറിനെ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് മൂവ് ചെയ്യാണ്. സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ടോപ്പിൽ നിന്ന് റൈറ്റ് ബോട്ടത്തിലോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോക്സിനുള്ളിൽ വരുന്ന ഐറ്റംസ് എല്ലാം സെലക്റ്റഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതിനെയാണോ റിമൂവ് ചെയ്യേണ്ടത് അതിനെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ഷനിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഈ ഒരു ഡിഫ്യൂസറിനെ മാത്രം നിർത്തി ബാക്കിയെല്ലാം ജസ്റ്റ് മൂവ് ചെയ്ത് മാറ്റി വെച്ചു. അതുപോലെ തന്നെ നിങ്ങൾ ഡിഫ്യൂസർ സെലക്ട് ചെയ്യുന്ന സമയത്ത് താഴെ നിന്ന് ബോട്ടം റൈറ്റ് കോർണറിൽ നിന്ന് ടോപ്പ് ലെഫ്റ്റ് കോർണറിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലൈന് ടച്ച് ചെയ്യുന്നതെല്ലാം അതിനകത്ത് സെലക്റ്റഡ് ആയിരിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സപ്ലൈ ഡിഫ്യൂസിന്റെ കാര്യമാണ്. അപ്പം അതിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് പ്രോപ്പർട്ടീസ് പാനലിൽ നിന്ന് നമുക്ക് വിസിബിൾ ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഏറ്റവും ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിന്റെ ലെവലിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഡിഫ്യൂസറൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കുന്നത് എലിവേഷൻ ആയിരിക്കും. സാധാരണഗതിയിൽ നമ്മുടെ ഡിഫ്യൂസറിന്റെ മിഡിൽ എലിവേഷൻ അല്ലെങ്കിൽ എലിവേഷൻ ഫ്രം ലെവൽ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീലിംഗ് ഹൈറ്റ് ആയിരിക്കും നമ്മുടെ ഡിഫ്യൂസറിന്റെ എലിവേഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അത് മില്ലിമീറ്ററിലാണെങ്കിൽ 2700 ആണ് സ്റ്റാൻഡേർഡ് സീലിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത്. അത് 2400 ആവാം, 3000 ആവാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ആർക്കിടെക്ചറൽ ഡിസൈൻ അനുസരിച്ച് അതിന്റെ ഹൈറ്റ് വേരി ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു മോഡൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എവിടെയാണോ നിങ്ങൾക്ക് ഡിഫ്യൂസർ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ എടുക്കുക. അതിനുശേഷം നിങ്ങൾ അതിന്റെ സീലിംഗ് ഹൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എത്രയാണോ ഹൈറ്റ് ആ ഒരു ഹൈറ്റിൽ വേണം ഈ ഒരു എലിവേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണഗതിയിൽ നമ്മൾ എലിവേഷൻ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു സാധാ ഡിഫ്യൂസറിന് വേണ്ടിയിട്ടാണ്. ചില സമയത്ത് നമ്മുടെ ഡിഫ്യൂസറുകൾ ഹോസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ സമയത്ത് നമ്മൾ എലിവേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അത് ആ ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു ഡിഫ്യൂസർ അതിന് ഹോസ്റ്റ് ചെയ്തിട്ടുള്ള സീലിങ്ങോ അല്ലെങ്കിൽ വാളോ അങ്ങനെയുള്ള ഐറ്റത്തിന്റെ ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി അബ്സോർബ് ചെയ്യുകയും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു സീലിംഗിൽ അത് അറ്റാച്ച്ഡ് ആയിരിക്കുകയും ചെയ്യുന്നതായിരിക്കും. സോ അപ്പൊ നമുക്ക് 2 ഫാമിലീസ് ആണ് മെയിൻലി ഉള്ളത്. ഒരു സപ്ലൈ ഡിഫ്യൂസർ ആണെങ്കിൽ അത് നോർമൽ ഡിഫ്യൂസർ, അതായത് നോൺ ഹോസ്റ്റഡ് ഫാമിലീസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഹോസ്റ്റഡ് ഫാമിലീസ് ആയിരിക്കാം. സാധാരണഗതിയിൽ ഹോസ്റ്റഡ് ഫാമിലീസ് ആണെങ്കിൽ നമ്മളുടെ ഈ ഒരു പ്രോപ്പർട്ടീസ് പാനലിൽ ഈ ഒരു ഡിഫ്യൂസറിന്റെ നെയിമിനോട് ചേർന്ന് അത് ഹോസ്റ്റഡ് ഫാമിലീസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫ്യൂസറിന്റെ ഫ്ലോവിനെ പറ്റിയിട്ടാണ്. എല്ലാ ഡിഫ്യൂസർക്കും ഒരു പെർട്ടിക്കുലർ ഫ്ലോ നമ്മൾ ഡിസൈൻ ചെയ്ത് അസൈൻ ചെയ്തിട്ടുണ്ടാവും. സോ ഈ ഒരു ഡിഫ്യൂസറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഫ്ലോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്ലോയുടെ യൂണിറ്റ് സാധാരണഗതിയിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു യൂണിറ്റ് ആണ് ലിറ്റർ പെർ സെക്കൻഡ്. മെട്രിക് സിസ്റ്റത്തിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ലിറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. സപ്പോസ് നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് CFM ആണെങ്കിൽ നിങ്ങളുടെ കീബോർഡിൽ ജസ്റ്റ് UN എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് യൂണിറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നിങ്ങൾ കോമൺ മാറ്റിയതിന് ശേഷം ജസ്റ്റ് HVAC സെലക്ട് ചെയ്യുക. അതിനകത്ത് എയർ ഫ്ലോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ലിറ്റർ പെർ സെക്കൻഡ് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം അതിനകത്ത് ലിറ്റർ പെർ സെക്കൻഡ് മാറ്റിയതിനു ശേഷം ക്യൂബിക് ഫീറ്റ് പെർ മിനിറ്റ് എന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സിമ്പിള് നിങ്ങൾക്ക് CFM അസൈൻ ചെയ്താൽ മതി. അതിനുശേഷം റൗണ്ടിങ് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾ 0 ഡെസിമൽ പ്ലേസ് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇതിനുശേഷം നിങ്ങൾ ഈ ഒരു ഡിഫ്യൂസറിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്ലോ എന്ന് പറയുന്നത് CFM-ലായിരിക്കും കാണുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡിഫ്യൂസറിന് ഒരു 500 CFM ജസ്റ്റ് അസൈൻ ചെയ്യുക. അതിനുശേഷം എൻ്റർ കൊടുക്കുക. അപ്പം ആ ഒരു ഡിഫ്യൂസറിന്റെ ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുക 500 CFM ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുക. അതിനുശേഷം ഇതേ പ്രോപ്പർട്ടീസ് ഉള്ള ഇതേ ഡയമെൻഷൻ 600x600 അതുപോലെ തന്നെ 300x300 നെക്ക് ഡയമെൻഷൻ ഉള്ള അതുപോലെ തന്നെ ഫ്ലോ 500 CFM ഉള്ള അതുപോലെ തന്നെ നമ്മുടെ ഓഫ്സെറ്റ് ഫ്രം ലെവൽ എന്ന് പറയുന്നത് 2700 ഉള്ള അതേ ഡിഫ്യൂസർ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡിഫ്യൂസറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് സിമിലറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഡിഫ്യൂസറിനെ ജസ്റ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അതേ പ്രോപ്പർട്ടീസ് ഉള്ള അതേ സിമിലർ ആയിട്ടുള്ള ഡിഫ്യൂസറിനെ നിങ്ങൾക്ക് വീണ്ടും പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതായിരിക്കും. അപ്പം ഈ ഡിഫ്യൂസറിന്റെ എല്ലാം CFM എന്ന് പറയുന്നത് 500 CFM ആയിരിക്കും. അതുപോലെ തന്നെ ഓഫ്സെറ്റ് ഫ്രം ലെവല് 2700 ആയിരിക്കും. ലെവൽ 2-ലായിരിക്കും അസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻസും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതിന്റെ ടൂളാണ് ക്രിയേറ്റ് സിമിലർ എന്ന് പറയുന്ന ആ ഒരു ടൂള്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ക്രിയേറ്റ് സിമിലറിൽ സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് സിമിലറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൂള് ആക്ടിവേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ഈ ഒരു ഡിഫ്യൂസറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം CS ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഡിഫ്യൂസർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് സിമിലറിന്റെ ഷോർട്ട് ഫോം ആണ് CS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതേ ഓപ്പറേഷൻസ് നിങ്ങൾക്ക് കോപ്പി ബട്ടൺ ഉപയോഗിച്ചും പെർഫോം ചെയ്യാം. ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ മോഡിഫൈ ബട്ടണിലെ ഈ കോപ്പി അല്ലെങ്കിൽ CO എന്ന് പറയുന്ന ടൂള് റൺ ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ കോപ്പി ചെയ്യാം. കോപ്പി ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊരു പിക്ക് ആക്സസ് കൊടുക്കുക. അതിനുശേഷം അത് എവിടെയാണോ കോപ്പി ചെയ്യേണ്ടത് അവിടേക്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വെക്കാവുന്നതായിരിക്കും. ക്രിയേറ്റ് സിമിലറും കോപ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് സിമിലർ ഒറ്റ ഒരു ടൂൾസ് അല്ലെങ്കിൽ ഒറ്റ ഒരു എക്യുപ്മെന്റിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് സിമിലർ അടിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലി ഇവിടെ നിന്ന് ഈസി ആയിട്ട് മാറ്റുകയും ചെയ്യാവുന്നതാണ്. പക്ഷെ കോപ്പിയിൽ നമുക്ക് അങ്ങനെ ഫാമിലി ഇൻസ്റ്റന്റ് ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒന്നിലധികം ഫാമിലീസുകൾ നമുക്ക് അറ്റ് എ ടൈമിൽ ജസ്റ്റ് കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കോപ്പി ബട്ടൺ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഒരു ഡിഫ്യൂസർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ മോഡലിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോപ്പർട്ടീസ് പാനൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് കണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഡക്ട് എടുത്ത് നോക്കാം. അപ്പം സിസ്റ്റം ടാബിൽ വരിക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും പ്രോപ്പർട്ടീസ് പാനലിൽ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ഏതാണോ നിങ്ങൾക്ക് ഡക്ട് ഫാമിലി ചൂസ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡക്ട് ഇവിടെ വരയ്ക്കാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഡക്ട് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് VV അടിക്കുക. അതിനുശേഷം വിസിബിലിറ്റി ഗ്രാഫിക്സിനകത്ത് പൈപ്പിംഗ് മാറ്റിയതിനു ശേഷം ജസ്റ്റ് മെക്കാനിക്കലി കൊടുക്കുക. അതിനുശേഷം ഡക്ട് ഇവിടെ സെലക്ടഡ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം ഡക്ട് ഇതിനകത്ത് ഓൾറെഡി സെലക്ടഡ് ആണ്. അപ്പൊ ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് ഡക്ട് വന്നില്ലെങ്കിൽ വിസിബിലിറ്റി ഗ്രാഫിക്സിൽ വരിക, ഡക്ട് സെലക്ടഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഡക്ട് വന്നില്ല എങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതിന്റെ ഹൈറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന ലെവൽ 2 ആണ്. നമ്മുടെ റെഫറൻസ് ലെവൽ എന്ന് പറയുന്നത് ലെവൽ 1 ആണ്. നമ്മുടെ മിഡിൽ എലിവേഷൻ എന്ന് പറയുന്നത് 2750 ആണ്. സോ ലെവൽ 1 നമുക്ക് 2750 ആ ഡക്ട് പാസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസ് പാനൽ നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മളുള്ളത് ലെവൽ 2 ആണ്. അപ്പൊ നമുക്ക് ആ ഒരു വ്യൂ നമ്മുടെ ഈ ഒരു ഷീറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യൂവിനകത്ത് ലെവൽ 2 വിസിബിൾ ആവൂല. സപ്പോസ് നിങ്ങൾ ഇവിടെ ഒരു ഡക്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വിസിബിൾ ആവൂല എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ അപ്പിയർ ചെയ്യും. അപ്പൊ അത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നത് ലെവൽ 1 നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇൻ കേസ് നിങ്ങൾക്ക് ലെവൽ 2 വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഡക്ട് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ DT സെലക്ട് ചെയ്യുക. ഇവിടെ റെഫറൻസ് ലെവല് നിങ്ങൾ വരയ്ക്കുന്ന ലെവല് റെഫറൻസ് ലെവലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം മിഡിൽ എലിവേഷൻ ആണ്. മിഡിൽ എലിവേഷൻ നിങ്ങൾ
ഈ ഒരു ലെവലിന്റെ സീലിംഗ് ഹൈറ്റിന്റെ മുകളിലുള്ള ഒരു ഹൈറ്റ് ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡക്റ്റ് ഇവിടെ ഇങ്ങനെ വരയ്ക്കാവുന്നതാണ്. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഡക്റ്റ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒന്ന് വിസിബിലിറ്റി ഗ്രാഫിക്സിൽ ഡക്റ്റ് ടേൺ ഓൺ ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യൂ റേഞ്ച് നിങ്ങൾ വരയ്ക്കുന്ന ഡക്റ്റ് നിങ്ങൾ ഉള്ള അത് മീൻസ് വരയ്ക്കുന്ന ഡക്റ്റ് ആ ഒരു വരയ്ക്കുന്ന ലെവലിൽ തന്നെയാണോ ഉള്ളതെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ വ്യൂ റേഞ്ച് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് വ്യൂ റേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ലെവല് ചെക്ക് ചെയ്യുക. ബോട്ടം എന്ന് പറയുന്നത് നിങ്ങൾ വരയ്ക്കുന്ന ലെവലായിരിക്കുക. അതുപോലെ തന്നെ കട്ട് പ്ലെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലെവൽ 2 തന്നെ ആയിരിക്കുക. ടോപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലെവൽ 2വിന് മുകളിലുള്ള ലെവൽ എബോവ് എന്ന് കൊടുക്കുക. അതിനുശേഷം വ്യൂ ഡെപ്ത് എന്ന് പറയുന്നത് ലെവൽ എന്ന് പറയുന്നത് ലെവൽ 2 നിങ്ങൾ ഉള്ള ലെവൽ തന്നെ കൊടുക്കുക. അതിനുശേഷം ഈ വാല്യൂസുകളും ലെവൽ വ്യൂ ഡെപ്ത് ലെവൽ എന്ന് പറയുന്നത് അത് 0 ആയിരിക്കണം. ടോപ്പ് എന്ന് പറയുന്നത് ലെവൽ എബോവ് അതും 0 ആയിരിക്കണം. അതുപോലെ തന്നെ കട്ട് പ്ലെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 1200 കൊടുത്താൽ മതി. ഓക്കെ, ബാക്കി എല്ലാ വാല്യൂസും 0 ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡക്റ്റ് നിങ്ങളുടെ ഡ്രോയിങ് ഷീറ്റിൽ ക്യാൻവാസിൽ അപ്പിയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡക്റ്റ് വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഡക്റ്റ് ഇൻ കേസ് വന്നിട്ടില്ല എങ്കിൽ. അപ്പൊ നിങ്ങൾ വൺസ് ഒരു ഡക്റ്റ് വരയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഡ്ത്ത് ഹൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അതേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസ് പാനലിലും ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻ കേസ് ഒരു ഡക്റ്റ് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡക്റ്റിന്റെ ലെങ്ത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ലെങ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ലെങ്ത് ആയിരിക്കും അതിനകത്ത് അപ്പിയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ മിഡിൽ എലിവേഷൻ കാണിക്കും. അതുപോലെ തന്നെ മിഡിൽ എലിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡക്റ്റിന്റെ സെന്റർ ആക്സിസ് പാസ് ചെയ്യുന്ന ആ ഒരു ഹൈറ്റിനെയാണ് മിഡിൽ എലിവേഷൻ എന്ന് പറയുന്നത്. ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിൽ നിന്ന് നമ്മുടെ ഡക്റ്റിന്റെ സെന്റർ ലൈൻ പാസ് ചെയ്യുന്ന ആ ഒരു ഹൈറ്റിനെയാണ് മിഡിൽ എലിവേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം ആ ഒരു മിഡിൽ എലിവേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എലിവേഷൻ, ബോട്ടം എലിവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പ് എലിവേഷൻ ഉണ്ട്. അപ്പൊ ഈ രണ്ട് എലിവേഷനും ബൈ ഡിഫോൾട്ട് ആയിട്ട് റെവിറ്റ് അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഡക്റ്റ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ലോപ്പ് ഒക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡക്റ്റിന് സ്ലോപ്പ് കൊടുക്കാം. ഒരു സ്ലോപ്പിന്റെ വാല്യൂ ആണ് ഇവിടെ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഡക്റ്റിന്റെ ഹൈറ്റിന്റെ കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് ഈ ഒരു കോളത്തിലുള്ളത്, കൺസ്ട്രെയിൻസിനകത്തുള്ളത്. പിന്നെ ഡയമെൻഷൻസ് കാര്യങ്ങൾ, വിഡ്ത്ത്, ഹൈറ്റ്, ലെങ്ത് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡക്ട് വരയ്ക്കുന്ന സമയത്ത് പല ടൈപ്പ് ഓഫ് ഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പം ഒരു ഡക്ട് ചിലപ്പോൾ സപ്ലയർ ഡക്ട് ആയിരിക്കും. അപ്പം അത് അടുത്ത ഡക്ട് എന്ന് പറയുന്നത് നമുക്ക് ഒന്നില്ലെങ്കിൽ റിട്ടേൺ എയർ ഡക്ട് ആവും. അപ്പൊ ആ ഒരു റിട്ടേൺ എയർ ഡക്ട് എന്ന് പറയുന്നത് ഈ മെക്കാനിക്കലിന് അണ്ടറിൽ വരുന്ന ഈ ഒരു റിട്ടേൺ എയറിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ എയർ സിസ്റ്റം നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സോസ്റ്റ് എയർ സിസ്റ്റവും നിങ്ങൾക്ക് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ഇവിടെ നിന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതായിരിക്കും. അപ്പൊ ഈ ഓരോ സിസ്റ്റത്തിനും ഓരോ കളർ ഉണ്ട്. അപ്പം അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡക്റ്റിന്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഡക്റ്റിൽ അഗൈൻ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ മെക്കാനിക്കൽ സിസ്റ്റം, അതായത് സിസ്റ്റം ടൈപ്പ് എന്ന് പറയുന്നത് സപ്ലൈ ആണ്, അതുപോലെ തന്നെ റിട്ടേൺ എയർ, അതുപോലെ തന്നെ എക്സോസ്റ്റ് എയർ, ഇങ്ങനെയുള്ള സിസ്റ്റം ടൈപ്പുകൾ ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് സിസ്റ്റം നെയിം ആണ്. ഈ സിസ്റ്റം നെയിം റെവിറ്റ് ബൈ ഡിഫോൾട്ട് കൊടുക്കുന്ന സിസ്റ്റം നെയിമുകളാണ്. ഇതിനകത്ത് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് ഡിഫോൾട്ട് വാല്യൂ എത്രയാണോ അതിൽ തന്നെ പോയാൽ മതി. അതുപോലെ തന്നെ സിസ്റ്റം അബ്രിവിയേഷൻ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്ത് അപ്പിയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം സിസ്റ്റം അബ്രിവിയേഷൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ക്ലയന്റിനെ ബേസ് ചെയ്തതിന് ശേഷം അവർ തരുന്ന സിസ്റ്റം അബ്രിവിയേഷൻ, സപ്ലയർ ഡക്ട്, റിട്ടേൺ എയർ ഡക്ട്, ടോയ്ലറ്റ് എക്സോസ്റ്റ് എയർ ഡക്ട്, കിച്ചൺ എക്സോസ്റ്റ് എയർ ഡക്ട്, അങ്ങനെയുള്ള സിസ്റ്റം അബ്രിവിയേഷൻസ് നമ്മൾ യൂസ് ചെയ്യും. സോ അതായിരിക്കും ഇവിടെ അപ്പിയർ ചെയ്യുക. അത് ഒരു ഫാമിലിയിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ സിസ്റ്റം ടൈപ്പ് മാറ്റുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം അബ്രിവിയേഷനും മാറുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ ഈക്വലന്റ് ഡയമീറ്റർ ഉണ്ട്. ഈക്വലന്റ് ഡയമീറ്റർ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് റെവിറ്റ് ബൈ ഡിഫോൾട്ട് കൊടുക്കുന്ന വാല്യൂവിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. പിന്നെ ഉള്ളത് മെക്കാനിക്കൽ ഫ്ലോ ആണ്. മെക്കാനിക്കൽ ഫ്ലോ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന എയർ ഫ്ലോ നമുക്ക് ബൈ ഡിഫോൾട്ട് ആയിട്ട് റെവിറ്റ് നമുക്ക് മെഷർ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു എയർ ടെർമിനൽ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, 80 എന്ന് ടൈപ്പ് ചെയ്തു, എയർ ടെർമിനൽ പ്ലേസ് ചെയ്തു. അപ്പം അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് 498 CFM ഉണ്ട്. ഓക്കെ, അതിനെ ഞാൻ ഒരു ഫ്ലെക്സിബിൾ ഡക്ട് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മുടെ ഫ്ലോ എന്ന് പറയുന്നത് 498 ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡക്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പം അതിനകത്ത് CFM അല്ലെങ്കിൽ ഫ്ലോ ഉണ്ട് 497.94 CFM അതിനകത്തൂടെ പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു ഡക്ട് ഇവിടെ എത്ര ഡക്റ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ബേസ് ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു ഡക്റ്റിലെ ഫ്ലോ നമുക്ക് കാണിച്ചു തരിക. അപ്പം ഇതിനകത്ത് ഒന്നിലധികം ഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ജസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ മൾട്ടിപ്പിൾ ഡക്റ്റുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇതിനെ നമുക്ക് ട്രിം കമാൻഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ ജോയിൻ ചെയ്യാം. അപ്പൊ ഓരോ ഡക്റ്റിനെയും ബേസ് ചെയ്തിട്ട് ഈ ഒരു ഡക്റ്റിൽ നമുക്കുള്ളത് നമ്മുടെ ഫ്ലോ എന്ന് പറയുന്നത് 497.94 ആണ്. അത് ഈ ഒരു ഡക്റ്റിലോട്ട് വരുന്ന സമയത്ത് 1493.81 CFM ആണ്. അതായത് ഈ ഒരു 3 ഡിഫ്യൂസറിന്റെ CFMന്റെ സം ആയിരിക്കും ഈ ഒരു ഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഓരോ സെക്ഷനിൽ വെച്ചിട്ട് വേണമെങ്കിൽ ആ ഡക്റ്റിനെ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ ഫ്ലോ മെഷർ ചെയ്ത് നോക്കാം. ഈ ഒരു ഡക്റ്റില് 497.94, ഇതിനകത്ത് നമുക്ക് 995.87, ഈ ഒരു ഡക്റ്റിൽ വരുന്ന സമയത്ത് 1493.81 CFM. സോ നമുക്ക് ഈ ഒരു ഡക്ട് സിസ്റ്റത്തിൽ നിന്ന് അതിന്റെ ആ ഒരു സിസ്റ്റത്തിലൂടെ എത്രയാണ് ഫ്ലോ പാസ് ചെയ്യുന്നത് ആ ഒരു ഫ്ലോയും നമുക്ക് പ്രോപ്പർട്ടീസ് പാനലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അഗൈൻ ഞാൻ ഒരു ഡക്റ്റിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഐഡന്റിറ്റി ഡാറ്റയാണ്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഡിഫോൾട്ട് തന്നെ കൊടുത്താൽ മതി, ഇതിനകത്ത് നമ്മളൊന്നും അപ്ഡേറ്റ് ചെയ്യാറില്ല. പിന്നെ ഉള്ളത് ഫേസിംഗ് ആണ്. ഫേസിംഗ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്ടുകളൊക്കെ ന്യൂ കൺസ്ട്രക്ഷൻ ആയിരിക്കും. ചില കേസസിൽ നമ്മൾ എക്സിസ്റ്റിംഗും ആയിരിക്കും. ഈ ഒരു ഫേസിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി പിന്നെ ഉള്ളത് ഇൻസുലേഷന്റെ കാര്യമാണ്. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ഇൻസുലേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ഇൻസുലേഷൻ കൊടുക്കാം. ആഡ് ഇൻസുലേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ ഇൻസുലേഷൻ തിക്നെസ് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ഏതാണോ മെറ്റീരിയൽ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. അപ്പൊ ആ ഒരു ഇൻസുലേഷൻ മെറ്റീരിയൽ അതിന് മുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫോം ചെയ്തായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഇൻസുലേഷന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇൻസുലേഷൻ തിക്നെസ്, അതുപോലെ തന്നെ ഡക്ട് റാപ്പ്, ഇൻസുലേഷൻ ടൈപ്പ്, ഡക്ട് റാപ്പ് എന്ന് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇൻ കേസ് നിങ്ങൾക്ക് ഇൻസുലേഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ഇൻസുലേഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ യു ഷ്യൂർ യു വാണ്ട് ടു റിമൂവ് ദി ഡക്ട് ഇൻസുലേഷൻ, ജസ്റ്റ് ക്ലിക്ക് യെസ് കൊടുക്കുക. അപ്പം ആ ഒരു ഇൻസുലേഷൻ അവിടുന്ന് പോകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഡക്ട് ലൈനിങ് കൊടുക്കാം. ഡക്ട് ഫൈബർ ഗ്ലാസ് ബോർഡ് ഇല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഡക്ട് ലൈനിങ് കൊടുക്കാം. എത്രയാണോ തിക്നെസ് അതിനെ ബേസ് ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം അതിനുള്ളിൽ ഡക്ട് ലൈനിങ് ഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. സാധാരണഗതിയിൽ അക്കോസ്റ്റിക് ഇൻസുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡക്ട് ലൈനിങ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ലൈനിങ്ങിന്റെ ആവശ്യം ഇവിടെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിമൂവ് ലൈനിങ് കൊടുക്കാം. അതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസുകൾ ഇവിടെ ലൈനിങ് എന്ന് പറയുന്ന ഈ ഒരു കോളത്തിൽ നമുക്ക് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് പാനലിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും നമുക്ക് പൈപ്പിൽ നിന്നും അതുപോലെ തന്നെ മെക്കാനിക്കൽ എക്യുപ്മെന്റ് പ്ലേസ് ചെയ്യുന്ന സമയത്തും അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടീസ് പാനലിൽ ലോഡ് ആവുക. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഓരോ ഫാമിലീസും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പ്രോപ്പർട്ടീസ് പാനലിൽ എന്തൊക്കെയാണോ വരുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾ എക്സാമിൻ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു ഡ്രോയിങ് സ്പേസ്, ഇതിനാണ് നമ്മൾ ഡ്രോയിങ് സ്പേസ് അല്ലെങ്കിൽ ക്യാൻവാസ് ഏരിയ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർട്ടീസ് പാനലിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആയിരിക്കും. മീൻസ് ഈ ഒരു പ്രോപ്പർട്ടീസ് ആയിരിക്കും കാണിച്ചു തരിക. അപ്പം അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും ആദ്യമേ നമുക്ക് വ്യൂ സ്കെയിൽ ഉണ്ട്. അതേ വ്യൂ സ്കെയിൽ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊജക്റ്റിൽ ഏതാണ് സ്കെയിൽ ചെയ്യേണ്ടത് ആ ഒരു സ്കെയില് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ഉള്ളത് 1:100 എന്ന് പറയുന്ന സ്കെയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ സ്കെയില് ആ ഒരു സ്കെയില് നിങ്ങൾക്ക് ഇവിടെ
സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേ മോഡ് ഉണ്ട്. ഡിസ്പ്ലേ മോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നോർമൽ ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഡീറ്റെയിൽ ലെവൽ എന്ന് പറയുന്നത് ഇവിടെ മീഡിയത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മീഡിയം ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഫൈൻ ഉപയോഗിക്കാം. ഡക്ട് വർക്ക് ആണെങ്കിൽ നിങ്ങൾ മീഡിയം ഉപയോഗിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഡബിൾ ലൈൻ ഉള്ളത് ഡബിൾ ലൈൻ ആയിട്ട് തന്നെ കാണുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ പൈപ്പിങ്ങും കൂടെ വരുന്ന ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ഡീറ്റെയിൽ ലെവൽ എന്ന് പറയുന്നത് ഫൈനൽ ഇടുക. ഫൈനൽ ഇട്ടാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൈപ്പൊക്കെ ഡബിൾ ലൈൻ ആയിട്ട് അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണത്തുള്ളൂ. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽ ലെവലിൽ ഏതാണ് കിടക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ കോഴ്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡക്റ്റിങ്ങും അതുപോലെ തന്നെ പൈപ്പിംഗ് എല്ലാം ഇങ്ങനെയുള്ള സിംഗിൾ ലൈൻ ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുക. ഇതേ ഡീറ്റെയിൽ ലെവൽ തന്നെയാണ് നമുക്ക് ഇവിടെയും അപ്പിയർ ചെയ്യുന്നത്. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫൈനലി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡബിൾ ലൈൻ ആയിട്ട് അപ്പിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പാർട്സ് വിസിബിലിറ്റി ഉണ്ട്. അത് ഷോ ഒറിജിനൽ, അത് ഡിഫോൾട്ട് വാല്യൂ തന്നെ നിങ്ങൾക്ക് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് വരുന്നത് വിസിബിലിറ്റി ഗ്രാഫിക് ഓവറൈഡ്സ് ആണ്. അപ്പം അത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷനാണ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അപ്പം ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതാണ് വിസിബിലിറ്റി ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണെങ്കിൽ, നമ്മൾ ഇതിനകത്ത് ഏതൊക്കെയാണോ നമുക്ക് പാർട്സുകൾ ഡിസ്പ്ലേ ചെയ്യേണ്ടാത്തത്, അല്ലെങ്കിൽ നമുക്ക് വിസിബിൾ ആയിട്ട് കാണേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടുന്ന് ഡിസിപ്പിയർ ചെയ്യാനായിരിക്കും. ഒരു ഉദാഹരണത്തിന് ജസ്റ്റ് ഡക്റ്റും ഡക്ട് ഫിറ്റിംഗ്സുകളും ഇവിടെ ജസ്റ്റ് ടേൺ ഓഫ് ചെയ്തിട്ട് അപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മോഡലിൽ നിന്ന് ഡക്ട് ഡിസപ്പിയർ ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി അത് ഡിലീറ്റഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഒരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഈ ഒരു വ്യൂവിനകത്ത് അത് താൽക്കാലികമായിട്ട് അതിനെ നമ്മൾ മറച്ചു വെച്ചിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പ്രൊജക്ട് നോർത്ത് തന്നെ കൊടുക്കും. അതുപോലെ തന്നെ ട്രൂ നോർത്ത് ഉണ്ട്. സോ നിങ്ങൾ ഡ്രോയിങ്ങിൽ കൊടുക്കേണ്ടത് പ്രൊജക്ട് നോർത്ത് തന്നെ ബൈ ഡിഫോൾട്ട് വാല്യൂ തന്നെ സെറ്റ് ചെയ്യുക. അതുപോലെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഡിസിപ്ലിനിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ഡിസിപ്ലിൻ ആയിരിക്കും, ആ ഒരു ഷീറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസിപ്ലിൻ ആയിരിക്കും നമുക്ക്, ആ ഒരു വ്യൂവിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഡിസിപ്ലിൻ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുക. അതുപോലെ തന്നെ ഷോ ഹിഡൻ ലൈൻസ് അത് ബൈ ഡിസിപ്ലിൻ തന്നെ കൊടുക്കുക. കളർ സ്കീം അവിടെ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. കളർ സ്കീം അതുപോലെ തന്നെ സിസ്റ്റം കളർ സ്കീം ഇതിലൊന്നും നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ സബ് ഡിസിപ്ലിൻ ആണ്. സബ് ഡിസിപ്ലിന് നമ്മൾ ഏത് സബ് ഡിസിപ്ലിനാണോ വർക്ക് ചെയ്യുന്നത്, HVAC, ലൈറ്റിംഗ്, പ്ലംബിംഗ്, പവർ, ഫയർ പ്രൊട്ടക്ഷൻ, അങ്ങനെ ഏത് സബ് ഡിസിപ്ലിൻ ആണോ അത് നമ്മൾ ആ ഒരു ഷീറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യൂവിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും സബ് ഡിസിപ്ലിൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുക. നിങ്ങൾ സെൻപാത്ത് ടിക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അണ്ടർലൈ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ എക്സ്റ്റെൻസിനകത്തും നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ടതില്ല. ഇവിടെ ക്രോപ്പ് വ്യൂ, ക്രോപ്പ് റീജിയൻ വിസിബിൾ, അനോട്ടേഷൻ ക്രോപ്പ് എന്ന് പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ഷീറ്റിലോട്ട് വ്യൂ സെറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ക്രോപ്പ് വ്യൂ, ക്രോപ്പ് റീജിയൻ വിസിബിൾ, അനോട്ടേഷൻ ക്രോപ്പ് എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ അതായത് നമ്മളൊരു വ്യൂവിനെ ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഷീറ്റിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വ്യൂ റേഞ്ചിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് നമുക്ക് ഒരു ലെവലിലെ എന്തെല്ലാം കണ്ടന്റുകൾ നമുക്ക് വിസിബിൾ ആവണം, അല്ലെങ്കിൽ എത്രത്തോളം വ്യൂ ഡെപ്ത് നമുക്ക് ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു വ്യൂ റേഞ്ചിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അസോസിയേറ്റഡ് ലെവൽ അതെപ്പോഴും ലെവൽ 2 അല്ലെങ്കിൽ അത് ഏത് ലെവലാണോ എന്നുള്ളതാണ്, നമ്മൾ ഏത് ലെവലിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ലെവലാണ് നമുക്ക് കാണിച്ചു തരിക. അതുപോലെ തന്നെ സ്കോപ്പ് ബോക്സ് ഉണ്ട്. സ്കോപ്പ് ബോക്സ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു പ്രൊജക്ട് ഒരു ഷീറ്റിൽ അല്ലെങ്കിൽ ഒരു വ്യൂ ഒരു ഷീറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത സമയത്ത് നമ്മൾ അതിനെ മൾട്ടിപ്പിൾ വ്യൂസുകളായിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റീജിയൻസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ഷീറ്റിലും സെറ്റ് ചെയ്യും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്കോപ്പ് ബോക്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്കോപ്പ് ബോക്സ് നണ്ണാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രോജക്റ്റ് അതിനകത്ത് വിസിബിൾ ആവും. നമ്മളിത് റിയൽ ടൈമിൽ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഈ ഒരു സ്കോപ്പ് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം ഇതൊരു സാമ്പിൾ പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ആ ഒരു വ്യൂ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ സാധിക്കത്തില്ല. കാരണം അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ ഒരു
വ്യൂവിനെ ഷീറ്റിലിട്ടതിന് ശേഷം നമ്മൾ സ്കോപ്പ് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ സ്കോപ്പ് ബോക്സിനകത്ത് ഡിഫറെന്റ് റീജിയൻസ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് റിയൽ ടൈമിൽ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ അത് ചെയ്ത് നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെപ്ത് ക്ലിപ്പിംഗ് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. പിന്നെയുള്ളത് വ്യൂ ടെംപ്ലേറ്റ് ആണ്. വ്യൂ ടെംപ്ലേറ്റ് നമ്മൾ ഏത് ഡിസിപ്ലിനാണോ വർക്ക് ചെയ്യുന്നത് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വ്യൂ ടെംപ്ലേറ്റ് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നണ്ണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള വ്യൂ ടെംപ്ലേറ്റുകൾ കാണും. ഈ ഒരു വ്യൂ ടെംപ്ലേറ്റും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടിരുന്ന വിസിബിലിറ്റി ഗ്രാഫിക്സും ഏകദേശം സെയിം ആണ്. ഇതിനകത്തുള്ള കാര്യങ്ങളാണ് ഒരു മെക്കാനിക്കൽ പ്ലാനിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വിസിബിലിറ്റി ഗ്രാഫിക് ഓവർറൈഡ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വ്യൂ ടെംപ്ലേറ്റിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ഓരോ വ്യൂസിനനുസരിച്ച് നമ്മൾ അതിനകത്ത് ഡക്ട് ടേൺ ഓഫ് ചെയ്യണോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിന്റെ എക്യുപ്മെന്റുകളൊക്കെ ടേൺ ഓഫ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരത്തില്ല. നമ്മളൊരു വ്യൂ എടുക്കുക, അതിന് നമ്മൾ മെക്കാനിക്കൽ പ്ലാൻ ആണെങ്കിൽ ആ ഒരു വ്യൂ ടെംപ്ലേറ്റ് അതിനകത്ത് അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പോണൻസുകൾ മാത്രമേ ആ ഒരു വ്യൂവിൽ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്യൂ ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വ്യൂ നെയിം ആണ്. വ്യൂ നെയിം എന്ന് പറയുന്നത് 2Mech ആണ്. നമ്മൾ ഈ ഒരു പ്രൊജക്ട് ബ്രൗസറിൽ ഇവിടെ കാണുന്ന അതേ വ്യൂ നെയിം തന്നെയാണ് ഇവിടെ വ്യൂ നെയിം ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഡിപ്പെൻഡൻസി ഇൻഡിപെൻഡന്റ് വ്യൂ ആണ്. അതായത് ഈ ഒരു വ്യൂ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സപ്പോസ് നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് വ്യൂ എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആസ് ഡിപ്പെൻഡന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതെന്താണ്, അത് ഡിപ്പെൻഡന്റ് വ്യൂ ആണ്. ഡിപ്പെൻഡന്റ് ഓൺ 2Mech, അതായത് ഈ 2Mechനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു വ്യൂ ഇരിക്കുന്നതെന്നാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, പിന്നെ ടൈറ്റിൽ ഓൺ ഷീറ്റ് അവിടെ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. കാരണം നമ്മളൊരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ ബ്ലോക്ക് ഉള്ള ഒരു ഷീറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമ്മൾ വ്യൂവിനെ അസൈൻ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് ടൈറ്റിൽ ഓൺ ഷീറ്റ് എന്ന് പറയുന്നത് നള്ളായിട്ട് കിടക്കുന്നത്. ഓക്കെ, പിന്നെ ഫേസിംഗ് ആണ്. ഫേസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസ് പാനലിനെ പറ്റിയിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പം മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും വീഡിയോസുകൾ കാണുക. അതിനുശേഷം നിങ്ങളുടെ ലെക്ചറുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയും നേരം നിങ്ങൾ കണ്ടതിന് വളരെയധികം നന്ദി. അപ്പം